പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോഡ്കാസ്റ്റ് അഭിമുഖം പുറത്ത്. അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെഡ് ഫ്രിഡ്മാനുമായി പ്രധാനമന്ത്രി 3.25 മണിക്കൂർ സംസാരിച്ചു. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും വിമർശനമാണ് ജനാധിപത്യത്തിന്റെ കാതലെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കുന്നുണ്ട്. പോഡ്കാസ്റ്റിൽ RSSനെ പ്രകീർത്തിക്കുന്നുമുണ്ട് നരേന്ദ്രമോദി. വിനീത VG ഡൽഹിയിൽ നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. വിനീത, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിന് പ്രധാനമന്ത്രി തയ്യാറായത്? എന്താണ് അതിന്റെ വിവരങ്ങൾ? പ്രജിൻ, അമേരിക്കൻ പോഡ്കാസ്റ്ററായ ലെഡ് ഫ്രിഡ്മാനുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഏതാണ്ട് 3.25 മണിക്കൂറോളം പ്രധാനമന്ത്രി ആ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജീവിതം, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, ഈ രാജ്യത്തിന് വേണ്ടി പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇതിനോടകം തന്നെ ചെയ്തു തീർത്ത കാര്യങ്ങൾ, രാജ്യത്തിന്റെ സ്വപ്നം എന്നിങ്ങനെയുള്ള എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങളെയും പറ്റി വളരെ വ്യക്തമായി തന്നെ പ്രധാനമന്ത്രി അതിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ ജനതയാണ് തന്റെ കരുത്ത് എന്നുള്ളത് തന്നെയാണ്. വിമർശനം ജനാധിപത്യത്തിന്റെ ആത്മാവാണ്, അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെയെല്ലാം താൻ സ്വാഗതം ചെയ്യുന്നുവെന്നും പറയുന്നുണ്ട്. ഒപ്പം RSSനെയും ഡൊണാൾഡ് ട്രംപിനെയും ആ പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി പ്രശംസിക്കുന്നുമുണ്ട്. രാഷ്ട്രമാണ് തനിക്കെല്ലാം, ജനങ്ങളെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണെന്നാണ് RSS പഠിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തന്റെ ജീവിതം, തന്റെ ബാല്യകാലത്ത് നേരിട്ട ദാരിദ്ര്യം, ഒപ്പം അതിൽ നിന്ന് പിന്നീട് താൻ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പിതാവിന്റെ ചായക്കടയിൽ എത്തിയവരിൽ നിന്നും താൻ ധാരാളം കാര്യങ്ങൾ പഠിച്ചു, ആ കാര്യങ്ങളൊക്കെ പിന്നീട് തന്റെ പൊതുജീവിതത്തിൽ താൻ പ്രയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ജനങ്ങളുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമായാണ് താൻ ഓരോ ഇടത്തും പോകുന്നത്. താനൊരു ലോക നേതാവിന് കൈകൊടുക്കുമ്പോൾ തനിക്കൊപ്പം തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കൈകൊടുക്കുകയാണെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകം അത് ശ്രദ്ധിക്കുന്നു, കാരണം ഈ രാജ്യം ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടേതും കൂടിയാണെന്നും പറയുന്നുണ്ട് പ്രധാനമന്ത്രി. RSS പോലുള്ള സംഘടനയിൽ നിന്ന് ജീവിതത്തിന്റെ സത്തതയും മൂല്യങ്ങളും തനിക്ക് പഠിക്കാൻ കഴിഞ്ഞു, അത് താൻ ഭാഗ്യമായി കാണുന്നുവെന്നും പ്രധാനമന്ത്രി ആ പോഡ്കാസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ട്രംപിന് കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ട്. ഈ പ്രസിഡന്റ് ആവുന്നതിന് മുൻപ് തന്നെ ട്രംപുമായി താൻ ഏറ്റവും അടുത്തൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുള്ള ആളാണെന്നും പറയുന്നുണ്ട്. ഏതാണ്ട് 3.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ആ പോഡ്കാസ്റ്റ്. പ്രജിൻ, വിനീത VG ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ പോഡ്കാസ്റ്റിൽ എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. वैसे ही मेरे यहाँ राष्ट्रीय स्वयंसेवक संघ की शाखा चलती थी। शाखा में तो खेल कूद होता, लेकिन देशभक्ति के गीत होते थे। वो मन को जरा बड़ा मजा आता था, एक मन को छूता था, अच्छा लगता था। तो ऐसे ही करके हम संघ में आ गए। तो संघ के एक संस्कार तो मिले कि भाई कुछ भी सोचो करो, अगर वो पढ़ते हो तो भी सोचो कि मैं इतना पढ़ूं मैं देश के काम आऊं। अगर व्यायाम करता हूं मैं ऐसा व्यायाम करो मेरा शरीर भी देश को काम आए। ये संघ के लोग सिखाते रहते हैं। अब संघ एक बहुत बड़ा संगठन है, शायद अब उसके 100 साल हो रहे, ये 100वां वर्ष है। और दुनिया में इतना बड़ा स्वयंसेवी संगठन कहीं होगा ऐसा मैंने तो नहीं सुना है। अब प्रॉक्सी वॉर चल रहा है। अब ये कोई आइडियोलॉजी नहीं है, आइडियोलॉजी ऐसी थोड़ी होती है, लोगों को मारो काटो, टेररिस्टों को एक्सपोर्ट करने का काम चल रहा है। और सिर्फ हमारे साथ ही नहीं, अब दुनिया में कहीं पर भी टेररिस्ट की घटना घटती है तो कहीं न कहीं सूत्र पाकिस्तान जाकर के अटकते हैं। अब देखिए 9/11 इतनी बड़ी घटना घटी अमेरिका में, उसका मेन जो सूत्रधार था ओसामा बिन लादेन, वो आखिर में कहाँ से मिला? पाकिस्तान में ही शरण लेके बैठा था।